പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും കെസ്പോ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഹിന്ദിയിലെ 4ാമത്തെ യൂണിറ്റായ കാമയാബി കി റാഹ് പർ എന്ന യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്റർ ഫുട്ബോൾ ഇതിഹാസം പെലെയെക്കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പെലെയുടെ ഒരു കോട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വാചകം വായിച്ചിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സഫലത कोई अप्रत्याशित घटना नहीं, यह कड़ी मेहनत, दृढ़ता, अध्ययन, त्याग और सबसे बढ़कर अब जो कर रहे हैं या करना सीख रहे हैं उसके प्रति प्यार है. വിജയം എന്നുള്ളത് ആർക്കും നേടാൻ സാധിക്കാത്ത ഒരു സംഗതിയല്ല. ഇത് കടി മെഹനത്ത്, കഠിന പരിശ്രമത്തിലൂടെയും പഠനത്തിലൂടെയും ത്യാഗ് ഔർ സബ്സെ ബഡ്കർ, അതിലൊക്കെ ഉപരി അബ് ജോ കർ രഹേ ഹെ, നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് താല്പര്യപൂർവ്വം ചെയ്യുകയാണെങ്കിൽ വിജയം സുനിശ്ചിതമാണ് എന്ന പെലെയുടെ ആ കൂട്ടിലൂടെയാണ് നമ്മൾ ഈ പാഠം സ്റ്റാർട്ട് ചെയ്യുന്നത്. പാഠത്തിൻ്റെ ഹെഡിങ് ഫുട്ബോൾ കെ ദിൽ കെ രാജ. ഇത് എഴുതിയിട്ടുള്ളത് സോബാൻ ജോഷി എന്ന ലേഖകനാണ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് എല്ലാ പാഠത്തിൻ്റെയും മുകളിൽ ഇങ്ങനെ ഇത് എങ്ങനെയുള്ള എപ്രകാരമുള്ള രചനയാണ് എന്നും ആരാണ് ഇതിൻ്റെ രചയിതാവ് എന്നും നോട്ട് ചെയ്യുന്നുണ്ട്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, യഹ് കിസ് വിധാ കി രചനാഹെ എന്നും കിസ് കി രചനാഹെ എന്നും. ഈ പാഠവുമായി ബന്ധപ്പെട്ട് കിസ് വിധാ കി രചനാഹെ, എപ്രകാരമുള്ള ലേഖനമാണ് എന്ന് ചോദിച്ചാൽ ഇത് ലേഖ് എന്നാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. അതേപോലെ തന്നെ കിസ് കി രചനാഹെ എന്ന് ചോദിച്ചാൽ സോബാൻ ജോഷി എന്നാണ് ഉത്തരം എഴുതേണ്ടത് എന്ന് ഓർത്തു വെക്കുക. ഇവിടെ ഫുട്ബോൾ ഇതിഹാസം പെലെയെ കുറിച്ചിട്ടാണ് ഈ പാഠത്തിൽ പറയുന്നത്. പെലെയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫുട്ബോൾ ചരിത്രത്തിൽ ഇത്രയും പ്രയാസങ്ങളിലൂടെ കടന്നു വന്ന വേറെ ഒരു കളിക്കാരനില്ല. ഫുട്ബോൾ വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട്, അതേപോലെ തന്നെ ജെയ്സി വാങ്ങിക്കാൻ, ബൂട്ട് വാങ്ങിക്കാനൊന്നും പൈസ ഇല്ലാത്തതുകൊണ്ട് വളരെ പ്രയാസപ്പെട്ട് സ്ട്രീറ്റ് ഫുട്ബോളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ് പെലെ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ക്ലബ്ബിൽ കളിക്കുന്ന ആളായിരുന്നു, അമ്മ സാധാരണ ഒരു വീട്ടമ്മയായിരുന്നു. ഈ കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുക. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പുസ്തകത്തിലേക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഫുട്ബോൾ കെ ദിൽ കെ രാജ എഴുതിയത് സോബാൻ ജോഷി. ഇത് എല്ലാവരും മനസ്സിലാക്കിയിട്ട് വേണം തുടർന്ന് ശ്രദ്ധിക്കാൻ. ഫുട്ബോൾ क्या कोई देश है कि उसका राजा हो? जिस 11 खिलाड़ियों की 2 टीमें खेलती है, मैनेजर और प्रशिक्षक होते हैं, उस खेल का कोई एक खिलाड़ी महानतम कैसे माना जा सकता है? जीतने की वजह से, किंतु हार जीत तो ज़रा ज़रा सी बातों से तय होती है. कोई बहुत बढ़िया शॉट गोल में तब्दील नहीं होते, जबकि दूसरों की गलती से टीमें जीत जाती है. ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടിട്ടും പെലെ എന്ന കളിക്കാരനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, പല രാജ്യത്തിലെയും പല ഫേമസായ കളിക്കാരും നമുക്കറിയാം. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് പെലെ. ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം തയ്യാറാക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതും കൂടെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. ഫുട്ബോൾ ക്യാ കൊയ് ദേശ് ഹെ, നമ്മോട് ചോദിക്കുകയാണ് സോബാൻ ജോഷി. സാധാരണ രാജാവ് എന്ന് പറയാം, ഒരു രാജ്യത്തിൻ്റെ രാജ്യം ഭരിക്കുന്ന ആൾക്കാണ് രാജാവ് എന്ന് പറയാം, അല്ലേ? അപ്പോൾ ഫുട്ബോൾ ഒരു രാജ്യമല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അതിന് രാജാവ് ഉണ്ടാകുക? ഫുട്ബോൾ ക്യാ കൊയ് ദേശ് ഹെ, ഏതെങ്കിലും ഒരു രാജ്യമാണോ? ഫുട്ബോൾ കി ഉസ്കാ രാജാ ഹോ. ഇവിടെ ശ്രദ്ധിക്കുക, ഇടതുഭാഗത്ത് വള്ളി കൊടുത്താൽ കി എന്ന് പറഞ്ഞാൽ എന്തെന്നാൽ എന്നാണ് അർത്ഥം. ഫുട്ബോൾ ഒരു രാജ്യമാണോ? എന്തെന്നാൽ ഉസ്കാ രാജാഹോ, അതിന് ഒരു രാജാവ് ഉണ്ടാകുക എന്നുള്ളത്. ജിസ് 11 ഖിലാഡിയും കി 2 ടീമേം ഖേൽത്തി ഹെ, നമുക്കറിയാം 11 കളിക്കാരുള്ള 2 ടീമുകൾ കളിക്കുമ്പോൾ അതിൽ മാനേജർ ഉണ്ടാകും, അവർ പ്രശിക്ഷക്, അതിന് ട്രെയിനിങ് കൊടുക്കുന്ന കോച്ച് ഉണ്ടാകും. അതേപോലെ തന്നെ ഉസ് ഖേൽ കാ കൊയ് ഏക് ഖിലാഡി മഹാനതം കൈസെ മാനാ ജാ സക്തേ ഹെ, 11 കളിക്കാരും അതിൻ്റെ ഒരു കോച്ചും മറ്റ് മാനേജ്മെൻറ്റ് ടീം അംഗങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു ടീമിലെ ഒരാളെ മാത്രം എങ്ങനെയാണ് രാജാവ് എന്ന് പറയുക? ജീത്തിനെ കി വജഹ് സെ,
കളി ജയിക്കുന്നത് കൊണ്ടാണോ? किंतु പക്ഷേ ഹാർ ജീത്ത് തോ ജരാ ജരാസി ബാത്തേം സേ തൈ ഹോത്തി ഹെ. ജരാ ജരാസി എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ വളരെ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് ജയവും തോൽവിയും ഒക്കെ ഉണ്ടാകുക. കൊയ് ബഹുത്ത് ബഡിയ ഷോട്ട് ഗോൾ മേം തബ്ദീൽ നഹി ഹോത്തെ. വളരെ മനോഹരമായ ഒരു ഷോട്ട് ചിലപ്പോൾ ഗോളായിക്കൊള്ളണമെന്നില്ല, അല്ലേ? പക്ഷേ ജബ്കി ദൂസരോം കി ഗൽത്തി സെ, പക്ഷേ എതിർ ടീമിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട്, തെറ്റുകൊണ്ട് ടീം ജീത്ത് ജാത്തി ഹേ, ടീം വിജയിക്കും. ജീത്ത് എന്ന് പറഞ്ഞാൽ വിജയം, അതിൻ്റെ ഓപ്പോസിറ്റ് ഹാർ എന്നാണ്, അതും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഇദ്ദേഹത്തിന് ഫുട്ബോൾ കി ദിൽ കി രാജ എന്ന് എന്തിനാണ് പറയുന്നത് എന്ന് ലേഖകൻ വ്യക്തമാക്കുക. ഇവിടെ നമുക്കൊരു ചോദ്യം വരുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കാം. ഹാർ ജീത്ത് തോ ജരാ ജരാസി ബാത്തോം സേ തൈ ഹോത്തി ഹെ. എന്താ നമ്മൾ ഹാർ എന്നുള്ളതിന് അർത്ഥം പറഞ്ഞത്? പരാജയം. ജീത്ത് എന്ന് പറഞ്ഞാൽ വിജയം. പരാജയവും വിജയവും ഒക്കെ ജരാ ജരാസി ബാത്തോം സേ, വളരെ നിസ്സാരമായ സംഗതികൾ കൊണ്ടാണ് ഹോത്തി ഹെ ഉണ്ടാകുന്നത്. ഈ കാര്യത്തിൽ, ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഇസ്പർ അപ്ന വിചാർ പ്രകട് കരെ, ഇതിൽ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുക എന്ന പൊതുവായിട്ടുള്ള ഒരു ചോദ്യമാണ് ഒന്നാമതായിട്ട് ഈ പാഠത്തിൽ തന്നിട്ടുള്ളത്. നമുക്കതിൻ്റെ ഉത്തരം നോക്കാം. അപ്രത്യാശിത ചീസേം സഫൽദാ കി ഓർ ലേ ജാത്തി ഹെ, ലേക്കിൻ ബഹുത് ചോട്ടി ഗൽത്തിയാം ഹാർ കാ കാരൺ ബൻതി ഹെ. ചോദ്യം ഇതാണ്, ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഹാർ ജീത്ത് തോ ജരാ ജരാസി ബാത്തോം സെ തൈ ഹോത്തി ഹെ. പരാജയവും വിജയവുമൊക്കെ ജരാ ജരാസി, വളരെ നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? തൈ ഹോത്തി ഹെ, നിർണ്ണയിക്കപ്പെടുന്നത്. ഇസ്പർ അപ്ന വിചാർ പ്രകട് കരെ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുക എന്നാണ് ചോദ്യം. ഉത്തരം ശ്രദ്ധിക്കൂ. അപ്രത്യാശിത ചീസേം സഫൽദാ കി ഓർ ലേ ജാത്തി ഹെ. പ്രതീക്ഷിക്കാത്ത സംഗതികളാണ്, പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് എന്ത് ചെയ്യുക? സഫൽദാ കി ഓർ, വിജയത്തിലേക്ക് ലേ ജാത്തി ഹെ, നമ്മളെ കൊണ്ടെത്തിക്കുക. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളാണ് വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുക. പ്രത്യേകിച്ച് ഫുട്ബോളിലൊക്കെ ഒരു മൂവ്മെൻറ്റ്, അതായിരിക്കും ആ ഫുട്ബോളിൻ്റെ, ആ കളിയുടെ തന്നെ ഭാവി നിർണ്ണയിക്കുക, അല്ലേ? ആ ഒരു മൂവ്മെൻറ്റ്, അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്രത്യാശിത ചീസയും, പെട്ടെന്ന് നടക്കുന്ന വസ്തുക്കളാണ്, അല്ലെങ്കിൽ ആ സംഗതികളാണ് സഫലതാക്കി ഓർ ലേ ജാത്തി ഹെ, വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുക. ലേക്കിൻ, പക്ഷേ ബഹുത്ത് ചോട്ടി ഗൽത്തിയാം, അതേപോലെ തന്നെ വളരെ ചെറിയൊരു മിസ്റ്റേക്ക് ഹാർ കാ കാരൺ ബൻതി ഹെ, ആ കളി തന്നെ പരാജയപ്പെടാനും കാരണമാകും എന്നാണ് നമ്മളതിന് ഉത്തരം എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. പേജ് നമ്പർ 55. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ, ഇതിൽ കുറേ വർഷങ്ങൾ വരുന്നുണ്ട്. പെലെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച വർഷം, അതേപോലെ തന്നെ അദ്ദേഹത്തിന് മരണപ്പെട്ട വർഷം, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള വേൾഡ് കപ്പ് നേടിയ വർഷങ്ങൾ, ഇതൊക്കെ നമ്മൾ ഹിന്ദിയിൽ പഠിക്കേണ്ടതുണ്ട് ഈ പാഠത്തിൽ. ആ ഒരു ആക്ടിവിറ്റി തന്നെ നമ്മുടെ ഈ പാഠത്തിൻ്റെ ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് വായിക്കുമ്പോൾ ശരിക്ക് അതെങ്ങനെയാണ് ഹിന്ദിയിൽ എഴുതുക എന്നുള്ളത് കറക്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അറിയാത്തതിൻ്റെ വേർഡ് മീനിങ്സ് എഴുതണം. ക്വസ്റ്റ്യൻ ആൻസറുകൾ നമ്മൾ അതാത് സമയത്ത് ചെയ്തു പോകും, അതൊക്കെ ഫോളോ അപ്പ് ചെയ്യണം. ശ്രദ്ധിക്കാം, നമുക്കൊന്ന് വായിക്കാം കേട്ടോ. फिर फुटबॉलर पेले को खेलने का राजा क्यों कहते हैं? 29 दिसंबर 2022 को 82 साल की उम्र में उनकी मृत्यु हुई. ब्राज़ील में उनकी शव यात्रा 13 किलोमीटर लंबी थी. अंतर्राष्ट्रीय फुटबॉल से वे 50 साल पहले रिटायर्ड हो गए थे, क्लब के खेल से 1977 में. ഇവിടെ ഈ വർഷങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് പെലെയെ ഫുട്ബോളിൻ്റെ രാജാവ് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? പ്രത്യേകിച്ച് ഒരു രാജ്യത്തിനാണ് രാജാവ് ഉണ്ടാകുക. ഫുട്ബോൾ എന്ന് പറയുന്നത് രാജ്യമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് എന്തുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ പെലെയെ ഫുട്ബോളിൻ്റെ രാജാവ് എന്ന് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ പാഠം സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കൂ, ഫിർ ഫുട്ബോളർ പെലേക്കോ, അങ്ങനെയൊക്കെ ആയിട്ടും ഫുട്ബോളർ പെലെയെ ഖേൽക്കാ രാജ ക്യോം കഹത്തെ ഹെ, കളിയുടെ രാജാവ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? 29 29 എന്നാ പറയാം. 30 എന്ന് പറഞ്ഞാൽ 30 29 29 ഡിസംബർ 2022 को 2022 ഡിസംബർ 29 82 साल की उम्र में, 82 82 എന്നാണ് പറയാം. 82 साल की उम्र में 82 വയസ്സിൽ ഉൻകി മൃത്യു ഹുയി, അദ്ദേഹം മരണപ്പെട്ടു. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ 2022 ഡിസംബർ 29 82 വയസ്സ് ആയ സമയത്ത് പെലെ മരണപ്പെടുന്നത്. ഉൻകി ശവയാത്ര 13 കിലോമീറ്റർ ലംബി ഥി, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവുമായിട്ടുള്ള യാത്ര 13 കിലോമീറ്റർ ദീർഘമുണ്ടായിരുന്നു. അത്രയും ആളുകൾ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. അന്താരാഷ്ട്രീയ ഫുട്ബോൾ സേ, അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്ന് പെലെ
50 साल पहले റിട്ടയർഡ് हो गए. 50-ന് 50 എന്നാണ് പറയുക. 50 വയസ്സിലാണ് അദ്ദേഹം, 50 വർഷം മുമ്പ് തന്നെ അദ്ദേഹം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചിരുന്നു. അതേപോലെ തന്നെ ക്ലബ്ബ് ഫുട്ബോളുകളിൽ നിന്ന്, ക്ലബിൻ്റെ കളിയിൽ നിന്ന് 1977 1977 എന്നാണ് പറയുക കേട്ടോ. 1977 ഈ ക്ലബ്ബ് ഫുട്ബോളിൽ നിന്നും അതേപോലെ തന്നെ 50 വർഷം മുമ്പ് തന്നെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും പെലെ വിരമിച്ചിട്ടുണ്ടായിരുന്നു. 2022 ഡിസംബർ 29-ന് 82-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ പാരാഗ്രാഫിൽ പറഞ്ഞത്. ഇത് നോക്കൂ, ഉൻകെ സമയ് में और उसके बाद कमाल के कोई खिलाड़ी हुए. अर्जेंटीना में अल्फ्रेडो डी स्टीफानो और बाद में डियागो माराडोना और लियोनेल मेसी. हंगरी के फ्रेंच पुस्कासा, जर्मनी के फ्रांज बेकनबाउर, हॉलैंड के योहान क्राइफ, ब्राज़ील में तो गजब के खिलाड़ियों का तांदा लगा रहा है. सर्वश्रेष्ठ खिलाड़ी कहलाने का इनमें से हर का मजबूत दावा है. ഉൻകെ സമയം, അദ്ദേഹത്തിൻ്റെ സമയത്ത്, ആരുടെ സമയത്താണ് നമ്മൾ പറയുന്നത്? പെലെ ഫുട്ബോൾ കളിച്ചിരുന്ന സമയത്ത്. ഔർ ഉസ്കെ ബാദ്, അതേപോലെ പെലെയുടെ മരണശേഷവും കമാൽ കെ കൈ ഖിലാടി ഹുയി, ഫുട്ബോളിൻ്റെ ലോകത്ത് ഒരുപാട് മഹാന്മാരായ കളിക്കാരുണ്ടായിട്ടുണ്ട്. ഇനി അതിന് ആ കളിക്കാർക്ക് കുറേ ഉദാഹരണം പറയാണ്. ഇതേപോലത്തെ ഒരുപാട് പ്രഗത്ഭരായ ഫുട്ബോൾ കളിക്കാരുണ്ടായിരുന്നു. ആരൊക്കെ? അർജന്റീനയിൽ അൽഫ്രെഡോ ഡി സ്റ്റിഫാനോ, അർജന്റീനയിൽ സ്റ്റിഫാനോ, അതേപോലെ ബാദ്മീം, അതിനുശേഷം അർജന്റീനയിൽ തന്നെ കളിക്കാരനായ ഡിയാഗോ മറഡോണ, അവർ ലയണൽ മെസ്സി, ഇങ്ങനത്തെ മഹാന്മാരായ കളിക്കാരുണ്ടായിട്ടുണ്ട്. അതിനുശേഷം അതേപോലെ തന്നെ ഹംഗറിയിലെ ഫ്രഞ്ച് പുഷ്കാസ, ജർമ്മനിക്ക് ഫ്രാഞ്ച് ബെക്കൻബൗർ, അതേപോലെ ഹോളണ്ടിലെ യോഹാൻ ക്രൈഫ്, അതേപോലെ ബ്രസീലിൽ ഗസബ് കെ ഖിലാഡിയും കാ താന്താ ലഗ് രഹാ ഹെ. ബ്രസീലിൽ ഒരുപാട് മഹാന്മാരായ കളിക്കാർ അദ്ദേഹത്തിൻ്റെ സമകാലികരായിട്ടും അതേപോലെ അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഉണ്ടായിട്ടുണ്ട്. ഇവരൊക്കെ, ഈ പറയപ്പെടുന്ന ആളുകളൊക്കെ സർവശ്രേഷ്ഠ ഖിലാഡി കഹനേക്ക, സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയാൻ യോഗ്യരാണ്. സർവശ്രേഷ്ഠ ഖിലാഡി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കളിക്കാരനായിട്ട് ഇവരെയൊക്കെ പറയാൻ അവരൊക്കെ യോഗ്യരാണ്. ഇൻമേസെ ഹരേക്ക് കാ മസ്ബൂത്ത് ദാവാഹെ, ഇവരൊക്കെ ഏറ്റവും പ്രഗത്ഭരായ കളിക്കാരെന്ന് പറയാൻ യോഗ്യർ തന്നെയാണ്. ഇത് നോക്കൂ, പെലെ 3 विश्व कप जीतने वाले एकमात्र खिलाड़ी है. 1958 में ब्राज़ील की पहली विश्व कप विजय के साथ 6 गोल करने वाले पेले 17 साल के थे. നോക്കൂ, പെലെ 3 വിശ്വ കപ്പ് ജീത്തനെ വാലെ, 3 വേൾഡ് കപ്പ് നേടിയ ഏകമാത്ര ഖിലാഡി ഹെ. ഏകമാത്ര ഖിലാഡി എന്ന് പറഞ്ഞാൽ ഓൺലി വൺ പ്ലെയർ, ഒരേ ഒരു കളിക്കാരനാണ് പെലെ. എങ്ങനെ? 1958 1958 എന്നാണ് പറയുക, നോട്ട് ചെയ്തോളാം. 1958 1958 ബ്രസീൽ കി പെഹലി വിശ്വ കപ്പ് വിജയ്ക്ക് സമയം, ബ്രസീൽ ആദ്യമായിട്ട് ലോകകപ്പ് നേടുന്ന വർഷമാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക, 1958 1958 എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ 1958 ബ്രസീൽ ലോകകപ്പ് നേടുമ്പോൾ 6 ഗോൾ കർണേ വാലെ പെലെ, 6 ഗോൾ നേടുന്ന, ആ മത്സരത്തിൽ 6 ഗോൾ നേടുന്ന പെലെയുടെ വയസ്സ് കേവലം 17 സാൽ കെ ധേ. അദ്ദേഹത്തിന് കേവലം 17 വയസ്സായിരുന്നു. പെഹലെ വിശ്വകപ്പ് വിജയ്ക്ക് സമയം, അപ്പോൾ ഒന്നാമത്തെ ലോകകപ്പ് നേടുന്ന സമയത്ത് 6 ഗോൾ കർണേ വാലെ, ആ മത്സരത്തിൽ 6 ഗോൾ നേടുന്ന ആ പെലെയ്ക്ക് 17 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഉസ് പ്രതിയോഗിത കെ സബ്സേ ബഡിയ ഖിലാഡി, ആ മത്സരത്തിൻ്റെ പ്രതിയോഗിത മീൻസ് മത്സരം, ആ മത്സരത്തിലെ സബ്സേ ബഡിയ ഖിലാഡി, ഏറ്റവും നല്ല കളിക്കാരൻ ആരായിരുന്നു? ബ്രസീൽ മേം മിഡ്ഫീൽഡർ ടി ഡി ദേ, അന്നത്തെ ബ്രസീലിലെ മിഡ്ഫീൽഡർ ആയിരുന്ന ടി ഡി ആയിരുന്നു. ഉസ് ടീം കെ കരാമത്തി ഖിലാഡി, അതേപോലെ തന്നെ ഏറ്റവും പ്രതിഭാശാലിയായ കളിക്കാരൻ, കരാമത്തി ഖിലാഡി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രതിഭാശാലിയായ ഏറ്റവും നല്ല കളിക്കാരൻ ഗൈരിഞ്ചയുമായിരുന്നു. ജിനെ ഫുട്ബോൾ കോ സബ്സെ ബഡിയ ട്രിപ്പിളർ കഹാ ജാത്ത ഹേ, ഈ ഗൈരിഞ്ചയെയാണ് ഏറ്റവും നല്ല ട്രിപ്പിളർ എന്ന് പറയപ്പെട്ടിരുന്നത്. നോക്കൂ, ജബ് 1962 में ब्राज़ील ने विश्व कप दूसरी दफ़ा जीता, तब पहले दूसरे मैच में ही चोट खा के बाहर हो गए थे. इस बार गैरिंजा प्रतियोगिता के सबसे बेहतरीन खिलाड़ी थे. 1966 के विश्व कप में पेले पर इतने प्रहार हुए कि वे प्रतियोगिता से बाहर हो गए थे ब्राज़ील भी. ഈ പാരാഗ്രാഫിൽ ഇനി പറയുന്നത് 1962 പറയാം,
1962 എന്നാണ്, നോട്ട് ചെയ്യുക കേട്ടോ. 1962 में 60-60 61 62 1962 ബ്രസീൽ വിശ്വകപ്പ് ദൂസരി ദഫ ജീത്തന എന്ന് പറഞ്ഞാൽ വിജയിക്കുക, ഓപ്പോസിറ്റ് ഹാർ എന്നാണ് പരാജയം, നോട്ട് ചെയ്യുക കേട്ടോ. ഇവിടെ 1962 ബ്രസീൽ രണ്ടാമത് ലോകകപ്പ് വിജയിക്കുമ്പോൾ ഒന്നാമത്തെ ലോകകപ്പ് വിജയിച്ചത് 1958 ഓർക്കുക. രണ്ടാമത്തെ ലോകകപ്പ് അവർക്ക് നേടുന്നത് 1962 ആണ്. ആ ബ്രസീൽ വിശ്വകപ്പ് ദൂസരി ദഫ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടൈം, രണ്ടാമത്തെ പ്രാവശ്യം ഈ ലോകകപ്പ് നേടുമ്പോൾ തബ് പെലെ ദൂസരെ മാച്ച് മേം ഹി ചോട്ട് കാക്കെ ബാഹർ ഹോ ഗയേ. ആ മത്സരത്തിൽ ആ മാച്ചിൽ രണ്ടാമത്തെ മാച്ചിൽ തന്നെ പെലെ പരിക്ക് പറ്റി പുറത്തായിരുന്നു. ചോട്ട് ഖാന എന്ന് പറഞ്ഞാൽ പരിക്ക് പറ്റുക, ബാഹർ ഹോ ഗയേ എന്ന് പറഞ്ഞാൽ പുറത്താകുക. ഇസ് ബാർ ഈ പ്രാവശ്യം ഗൈരിഞ്ച പ്രതിയോഗിത കെ സബ്സി ബെഹത്തരീൻ ഖിലാഡിയെ. അപ്പോൾ അദ്ദേഹം പരിക്ക് പറ്റി പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കളിയിൽ ഗൈരിഞ്ചയാണ് ഏറ്റവും നല്ല കളിക്കാരനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 1966 1966 के विश्व कप में വീണ്ടും 1966 ലോകകപ്പിൽ പെലെ पर इतने प्रहर हुए कि പെലേക്ക് അതിശക്തമായിട്ടുള്ള മാരകമായി പരിക്ക് പറ്റുകയാണ്. ഫൗൾ ചെയ്തതിൻ്റെ പേരിൽ അങ്ങനെ പരിക്ക് പറ്റിയിട്ട് പ്രതിയോഗിതാസെ ബാഹർ ഹോ ഗയേ, അദ്ദേഹം മത്സരത്തിൽ നിന്ന് തന്നെ പുറത്തായി. പ്രതിയോഗിത എന്ന് പറഞ്ഞാൽ മത്സരം, ആ മത്സരത്തിൽ നിന്ന് തന്നെ ബാഹർ ഹോ ഗയേ, അദ്ദേഹം പുറത്തായി. അദ്ദേഹം മാത്രമല്ല ബ്രസീൽ ബി. അപ്പോൾ 1962 വേൾഡ് കപ്പിൽ ബ്രസീൽ ടീമും അതേപോലെ തന്നെ കളി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പെലെയും ഔട്ടായിരുന്നു. പെലെ പരിക്ക് പറ്റി പുറത്തായിരുന്നു. ആ വേൾഡ് കപ്പ് അവർക്ക് നേടാൻ സാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഇത് നോക്കൂ, 1970 1970 കേട്ടോ, 1970 1970 में तीसरा विश्व कप जीतने वाली ब्राज़ील टीम आज तक की सबसे बढ़िया फुटबॉൾ ടീം കഹി ജാതി ഹെ. അപ്പം അങ്ങനെ ഈ വർഷങ്ങൾ ഓർക്കുക. ഒന്നാമത്തത് 1958, രണ്ടാമത്തെ 1962, രണ്ടാമത്തതിൽ അവർ വിജയിച്ചിട്ടില്ല, ടീം പുറത്തായിരിക്കുകയായിരുന്നു. മൂന്നാമത്തെ 1970 തീസര വിശ്വകപ്പ് ജീത്തനെ വാലി, മൂന്നാമത്തെ വേൾഡ് കപ്പ് ജയിക്കുന്ന ടീം ആജ് തക്ക് ഹി സബ്സി ബഡിയ ഫുട്ബോൾ ടീം കഹി ജാതി ഹെ. ആ ടീമിനെ ഇന്നും ഫുട്ബോളിൽ ഏറ്റവും നല്ല ഒരു ടീമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സബ്സെ ബഡിയ ഫുട്ബോൾ ടീം കഹി ജാതി ഹെ, ഏറ്റവും നല്ല കളിക്കാരനായിട്ട് ഏറ്റവും നല്ല ടീമായിട്ട് ഇന്നും കണക്കാക്കപ്പെടുന്നു. ഇസ്മേ പെലെ കെ അലാവ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട്, കൂടാതെ എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൽ പെലെയെ കൂടാതെ കൈ മഹാരഥി മഹാന്മാരായ ഒരുപാട് കളിക്കാർ വേറെയും ഉണ്ടായിരുന്നു. സുന്ദർ ഫുട്ബോൾ ഖേൽനേമേം, അങ്ങനെ അതിമനോഹരമായ ഫുട്ബോൾ കളിച്ചതിൻ്റെ പേരിൽ 1982 1982 की ब्राज़ील टीम का नाम 1982 1982 80 80 81 81 82 82 1982 ബ്രസീൽ ടീം ബ്രസീലിൻ്റെ പേര് സബ്സെ ഊപ്പറാത്താഹെ, ഏറ്റവും നല്ല ടീം എന്നുള്ള ആ ഖ്യാതി ഇന്നും നിലനിൽക്കുന്നുണ്ട്. ജബ് പെലെ റിട്ടയർഡ് ഹോ ചുക്കേ തേ. അപ്പോൾ ആ സമയമായപ്പോഴേക്കും പെലെ ടീമിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുണ്ടായിരുന്നു. ഇനി നോക്കൂ, 1279 1279 गोल के विश्व रिकॉर्ड का लोग मजाक उड़ाते हैं. 1279 ഗോൾ തൻ്റെ കരിയറിൽ നേടിയ വ്യക്തിയാണ് പെലെ. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഒരു ഗോൾ നമ്പേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ ലോക് ജനങ്ങൾ മസാഖ് ഉഡാത്തെ ഹെ, ഇടക്കൊക്കെ കളിയാക്കുമായിരുന്നു അദ്ദേഹത്തെ. ക്യോങ്കി കാരണം എന്താണ്? ഉന്മേസെ അധികതർ, ഈ 1279 ഗോളിൽ കൂടുതൽ ഗോളുകളും ബ്രസീൽ കെ ക്ലബ് സാന്റോസ് കെലിയേതെ, ബ്രസീലിൻ്റെ ക്ലബ്ബായിരുന്ന സാന്റോസ് ക്ലബിന് വേണ്ടി നേടിയതായിരുന്നു ഈ 1279 അധികം ഗോളുകളും. അതുകൊണ്ട് തന്നെ ഉൻകെ അന്താരാഷ്ട്രീയ ലോകപ്രിയതാക്ക ഏക കാരൻ യഹ്ദ, ലോകം മുഴുവനും, നേരത്തെ പറഞ്ഞിരുന്നു ടി വിയും മറ്റ് ഇൻ്റർനെറ്റൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ തന്നെ പെലെയെ ലോകം മുഴുവൻ അറിയുമായിരുന്നു. അതിനുള്ള ഒരു കാരണം ഉൻകെ അന്താരാഷ്ട്രീയ ലോകപ്രിയതാക്ക ഏക കാരൻ, ഒരു കാരണം എന്താണ്? യഹ്ദ, ഇതായിരുന്നു കി. നോട്ട് ചെയ്ത് വെക്കുക. കീ എന്ന് ഇടതുഭാഗത്ത് വള്ളിയിട്ടാൽ എന്തെന്നാൽ എന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര ലോകപ്രിയതയ്ക്ക് കാരണം ഇതായിരുന്നു. എന്തെന്നാൽ സാന്റോസ് ഉനെ ദുനിയാ ഭർ മേം, ഈ സാന്റോസ് ക്ലബ്ബ് ഇവരെ, അതായത് പെലെയെ ലോകം മുഴുവനും ഇങ്ങനെ നുമായിഷ് മാച്ച് ഖേൽനെ കെലിയെ, നുമായിഷ് മാച്ച് എന്ന് പറഞ്ഞാൽ പ്രദർശന മത്സരം എന്നാണ് അർത്ഥം. നമ്മുടെ ഫുട്ബോൾ ക്ലബ്ബുകളൊക്കെ വലിയ കളിക്കാരെ കൊടുത്ത് പ്രദർശന മത്സരം നടത്താറുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പെലെയെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും കൊണ്ടുപോയിട്ട് ഈ സാന്റോസ് ക്ലബ്ബ് എന്ത് ചെയ്തിരുന്നു? നുമായിഷ് മാച്ച് ഖേൽനെ കെലിയെ, പ്രദർശന മത്സരം കളിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഖൂം തരഹ, പ്രദർശന മത്സരം കളിപ്പിക്കുന്നതിന് വേണ്ടി ചുറ്റിക്കറങ്ങിയിരുന്നു എല്ലാ ലോകത്തെല്ലായിടത്തും. ഈ തരഹയ്ക്ക് കൈ ഔർ ബാത്തേം, അപ്പോൾ ഈ പറഞ്ഞ പോലെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. തരഹയ്ക്ക് കൈ ഔർ ബാത്തേം ഹെ കിന്തു, പക്ഷേ
പെലേക്ക് ആലോചന കർണേവാലെ, ആലോചന എന്ന് പറഞ്ഞാൽ വിമർശിക്കുക എന്നാണ് അർത്ഥം. ആലോചന, ക്രിറ്റിസൈസ് ചെയ്യുക, വിമർശിക്കുക. പെലെയുടെ വിമർശകരടക്കം മാൻതേഹെ അംഗീകരിക്കുന്ന കാര്യമാണ് കി എന്തെന്നാൽ ഉൻകെ ജൈസ സമ്പൂർണ്ണ ഖിലാടി കൊയി ദൂസര നഹി ഹുവ. പെലെയെ പോലെ ഫുട്ബോളിൻ്റെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഫുട്ബോളിൽ ഇത്ര വലിയ നൈപുണ്യമുള്ള മറ്റൊരു കളിക്കാരൻ ഇല്ല എന്നുള്ളത് പെലെയുടെ വിമർശകരടക്കം അംഗീകരിക്കുന്ന കാര്യമാണ്. ആലോചന കർണേവാലെ ബി മാൻതേഹെ കി ഉൻകെ ജൈസ സമ്പൂർണ്ണ ഖിലാടി കൊയി ദൂസര നഹി ഹുവ. എന്നാലോ ഉൻകെ പാസ് ഫുട്ബോൾ കാ ഹർ ഹുനർ ഥാ. ഉൻകെ പാസ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരടുത്താണ്? പെലെയുടെ അടുത്ത് എന്തുണ്ട്? ഉൻകെ പാസ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഫുട്ബോൾ കാ ഹർ ഹുനർ ഥാ, ഫുട്ബോളിൻ്റെ എല്ലാ നൈപുണ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഊഞ്ചേ ദർജെ കഥ, അദ്ദേഹം എന്താണ് വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു കളിക്കാരനായിരുന്നു. ഉൻകെ സമയം, അദ്ദേഹത്തിൻ്റെ സമയത്ത് ഡിഫൻഡർ ആക്രമക ഖിലാഡിയും കോ ശരീർ പർ സീതെ ഹംലെ കർത്തേ ഥേ. എതിർ ടീമുകളുടെ ഡിഫൻഡർമാരൊക്കെ എന്ത് ചെയ്തിരുന്നു? ആക്രമിച്ച് കളിക്കുന്ന ആളുകളെ അതിമാരകമായിട്ട് ഫൗൾ ചെയ്യുമായിരുന്നു, അവരെ പരിക്കേൽപ്പിക്കുമായിരുന്നു. അക്രാമക് ഖിലാഡിയും കെ ശരീർ പർ സീതെ ഹംലെ കർത്തേതെ, നേരിടുമായിരുന്നു എന്ന് പറഞ്ഞാൽ അവരെ ഫൗൾ ചെയ്യുമായിരുന്നു. പെലേക്ക് അത് നേരിടേണ്ടി വന്ന ആളാണ്. അവർ റെഫറി യെ സബ് ഹോനെ ദേത്തേതെ, പക്ഷേ എത്രയൊക്കെ ഫൗൾ ചെയ്താലും റെഫറി അത് കണ്ണടക്കുമായിരുന്നു. അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫൗൾ നൽകാറുണ്ടായിരുന്നില്ല. കാരണം അറിയാലോ, ആ കാലഘട്ടത്തിൽ കറുത്ത വർഗ്ഗക്കാരെ വല്ലാതെ അടിച്ചമർത്തപ്പെട്ടിരുന്ന കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്ര നല്ല കളിക്കാരനായിട്ടും അദ്ദേഹത്തെ ആക്രമിക്കുമ്പോൾ റെഫറിമാർ കണ്ണടച്ചിട്ടുണ്ടായിരുന്നു. और रेफरी ये सब होने देते थे. 5 ഫൂട്ട് 8 ഇഞ്ച് കെ പെലെ. 5 ഫൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ പെലെയുടെ ഹൈറ്റാണ് പറയുന്നത്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 5 അടി 8 ഇഞ്ചാണ് അദ്ദേഹത്തിൻ്റെ ഉയരമുണ്ടായിരുന്നത്. 5 ഫൂട്ട് എന്ന് പറഞ്ഞാൽ 5 അടി 8 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 8 ഇഞ്ചസ് ഉണ്ടായിരുന്ന പെലെസെ അധിക മാർപ്പിട്ടായി കിസി ദൂസരി ഖിലാഡിക്ക് നഹി ഹുയി. അപ്പോൾ അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വന്ന ഫൗളുകൾ അത് മറ്റുള്ള ഒരു കളിക്കാരും അത്ര വലിയ ഫൗളുകൾ നേരിടേണ്ടി വന്നിട്ടില്ല ഫുട്ബോളിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 5 ഫൂട്ട് 8 ഇഞ്ച്, 5 അടി 8 ഇഞ്ച് നീളമുള്ള പെലെയേക്കാൾ കൂടുതലായിട്ട് ഫൗള് നേരിടേണ്ടി വന്ന കൊയ് ദൂസര ഖിലാഡി നഹി ഹുയി, മറ്റൊരു കളിക്കാരൻ തന്നെ ചിലപ്പോൾ എന്തുണ്ടാവില്ല, ഈ ഫുട്ബോൾ ലോകത്ത് ഉണ്ടായിരിക്കില്ല. ഉനോനെ രോന നഹി രോയ. പക്ഷേ ഇങ്ങനെയൊക്കെ അദ്ദേഹത്തെ ആക്രമിച്ചെങ്കിലും അദ്ദേഹം കരഞ്ഞിരുന്നില്ല. അതേപോലെ തന്നെ ഷിക്കായത്ത് നഹിക്ക് ആരോടും പരാതി പറഞ്ഞിരുന്നില്ല. ഷിക്കായത്ത് മീൻസ് പരാതി, ആരോടും കംപ്ലൈൻറ്റ് ചെയ്തിരുന്നില്ല. വേ ഖുദ് ദൂസരോം പർ ഫൗൾ കർണമേം ചൂക്കത്തെ നഹിതെ. അതേപോലെ തന്നെ മറ്റുള്ളവരെ മനഃപൂർവ്വം ഫൗൾ ചെയ്യാത്ത ഒരു കളിക്കാരനായിരുന്നു പെലെ.